നീണ്ട 7 മണിക്കൂറുകൾക്കു ശേഷം ചാരു പതിയെ കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. അവൾ എപ്പോഴാണ് ഉണരുന്നത് എന്ന് അറിയാത്തതുകൊണ്ട് നന്ദുവും ദേവവും കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നന്ദു. കണ്ണുകൾ തുറന്നപ്പോൾ തനിക്ക് മുന്നിലിരിക്കുന്ന നന്ദുവിനെ കണ്ടതും ചാരു എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അവൾക്ക് പിറകിൽ നിൽക്കുന്ന ദേവിനെ ചാരു കണ്ടത്. അവനെ കണ്ടതും അവളുടെ മുഖം മാറി. ദേഷ്യവും സങ്കടവും അവളുടെ ഉള്ളിലേക്ക് ഒന്നിച്ചെത്തി. ഇയാൾ എന്തിനാ വീണ്ടും ഇവിടേക്ക് വന്നത്? ഇയാളോട് ഇവിടുന്ന് പോവാൻ പറ. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അവിടെ നിന്നുകൊണ്ട് അലറി. ചാരു, നീ എന്താ ചെയ്യുന്നേ? നന്ദു അവളെ പിടിച്ച് ഒതുക്കാൻ ശ്രമിച്ചു. അവളുടെ വാക്കുകൾ കൂർത്ത അമ്പുകളെ പോലെ ദേവിന്റെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചു. തന്നെ എന്തിനാണ് അവൾ ഇത്രമാത്രം വെറുക്കുന്നത് എന്നറിയാതെ അവൻ വെന്ത് നേറി. ചാരു കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവന് നേരെ ചെന്നു. പെടുന്നനെയുള്ള അവളുടെ പ്രവൃത്തിയിൽ അവളുടെ ശരീരം ഇളകി. ബ്ലീഡിംഗ് കൂടി. രക്തം കാലുകളിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. അയ്യോ, ബ്ലഡ്! നന്ദു പുറകിൽ നിന്നും വിറയലോടെ പറഞ്ഞു. ചാരു, ഞാൻ പോവാം. നീ ഇങ്ങനെ ശരീരം ഇളക്കല്ലേ. അവിടെ പോയി കിടക്ക് പ്ലീസ്. നിന്നെയും കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ എനിക്ക്. ദേവ അവൾക്ക് മുന്നിൽ നിന്ന് കെഞ്ചി. എന്നെ നഷ്ടപ്പെടുത്താതിരുന്നിട്ട് നിങ്ങൾക്ക് എന്തിനാ? എന്റെ കുഞ്ഞിനെ കൊന്നുപോലെ എന്നെയും കൊല്ലാനാണോ? എന്റെ കുഞ്ഞില്ലാത്ത ഈ ലോകത്ത് എനിക്കും ഇനി ജീവിക്കണ്ട. അവൾ അതും പറഞ്ഞ് റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. ചാരു, നിൽക്ക്! നന്ദുവും ദേവും അവൾ പിറകെ പോയി. ചാരു നേരെ പോയത് റോഡിലേക്കാണ്. ചേറിപ്പായുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ നിന്നു. അവളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പാതി ജീവൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാവണം അവൾക്ക് നേരെ വന്ന വണ്ടികളെല്ലാം ബ്രേക്ക് ചവിട്ടി നിർത്തി. അതിനുള്ളിലിരുന്ന ഡ്രൈവർമാർ അവളെ ചീത്ത വിളിക്കാൻ ഒരുങ്ങിയതും അവളുടെ പുറകെ വരുന്ന ദേവിനെ കണ്ട് അവരെല്ലാം നിശബ്ദരായി. എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നേ? ദേവ അവളെ അവനോട് ചേർത്ത് ശക്തിയിൽ പിടിച്ച് റോഡിൽ നിന്ന് സൈഡിലേക്ക് കൊണ്ടുവന്നു. അതെ, എനിക്ക് ഭ്രാന്താ. വിടെന്നെ. എനിക്ക് മരിക്കണം. എനിക്കിനി ജീവിക്കണ്ട. അവൾ അവന്റെ കൈകളിൽ കിടന്ന് കുതറി. ഒരു നിലക്കും അവളെ പിടിച്ചിട്ട് കിട്ടാനപ്പോ ദേവ് ശക്തിയിൽ അവളുടെ മുഖത്തടിച്ചു. നിന്നോടല്ല അടങ്ങാൻ പറഞ്ഞത്. നിനക്കെന്താ? ഇപ്പൊ ഞാൻ നിന്റെ കൺമുന്നിൽ നിന്ന് പോണമെന്നല്ലേ ഉള്ളൂ. ഞാൻ പോവാം. അതാ ഇപ്പൊ നല്ലത്. നിങ്ങളിപ്പോ പോയിക്കോളൂ. ഇവിടെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. തളർന്നു പോയ ചാരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. ഉള്ളിൽ നിറഞ്ഞ വേദനയോടെയാണെങ്കിലും അവളുടെ ജീവനാണ് അപ്പോൾ പ്രധാനമെന്നുള്ളത് കൊണ്ട് ദേവ അവളെ നന്ദുവിന്റെ കൂടെ പറഞ്ഞയച്ചു. അവർ നേരെ പോയത് നന്ദുവിന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തി അവൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അയ്യോ, നീ അവളെ മുറിയിൽ കൊണ്ടുപോയി കിടത്തുന്ന. 5 മാസം കഴിഞ്ഞ് അബോർഷനായ ആളെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സമയമാണിപ്പോ. ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും യൂട്രസിൽ നിന്നും അത് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാവില്ല. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണമ്മേ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അവൾ മാനസികമായി ആകെ തളർന്നിരിക്കുക. ഇനിയും അവിടെ നിർത്തിയ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അതാ ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നേ. കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഹോസ്പിറ്റലിൽ തന്നെ പോകണം. നന്ദ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. ചാരുവിന്റെ മിഴികൾ പതിയെ അടഞ്ഞു തുടങ്ങിയിരുന്നു. നന്ദ അവളുടെ തലയിൽ മൃദുലമായി തലോടി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. താൻ ജീവനായി കാണുന്ന തന്റെ സുഹൃത്തിന്റെ ഈ ദയനീയാവസ്ഥ കണ്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾക്കരികിലിരുന്ന് നന്ദ പൊട്ടിക്കരഞ്ഞു. എന്തിനാ ചാരു? ആർക്കു വേണ്ടിയാ നീ ഇങ്ങനെ വേദനകൾ തിന്നുന്നേ? ഞാൻ പറഞ്ഞ വാക്ക് നീ ആദ്യമേ കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നോ? ചാരുവിനെ നോക്കി അവൾ അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നന്ദുവിന്റെ ഫോൺ റിംഗ് ചെയ്തത്. അൺനോൺ നമ്പർ ആയിരുന്നു. അവൾ സംശയത്തോടെ ഫോൺ എടുത്തു. ഹലോ, ആരാ? ഞാനാ, ദേവ്. നിങ്ങൾ അവിടെ എത്തിയോ? ആ, എത്തി. ചാരുവിനെ എങ്ങനെയുണ്ടിപ്പോ? അറിഞ്ഞിട്ട് എന്തിനാ നിങ്ങൾക്ക്? അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പൊ സുഖവിവരം അന്വേഷിക്കുന്നു. ഞാൻ നിന്നോട് തർക്കിക്കാൻ വേണ്ടി വിളിച്ചതല്ല. അവളുടെ ഫോൺ എന്റെ കയ്യിലാണ്. ഞാൻ ഇതൊന്ന് കൊണ്ടുതന്നെ വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. നിങ്ങളിനി അതുമായി ഇങ്ങോട്ട് വരണ്ട. അവൾ ഇപ്പൊ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. നിങ്ങളെ കണ്ട അവൾ ചിലപ്പോ വീണ്ടും വയലന്റ് ആവും. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വിളിക്കണ്ട്. അപ്പൊ എനിക്ക് കൊണ്ടുവന്ന് തന്നാ മതി. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദ ഫോൺ കട്ടാക്കി. ഇല്ല ചാരു, നിന്നെ ഒരിക്കലും ഞാൻ കാട്ടാളിന് വിട്ടുകൊടുക്കില്ല. അവനുമായുള്ള ബന്ധം എത്രയും പെട്ടെന്ന് വേർപെടുത്തി നിന്നെയും തരുൺ സാറിനെയും ഞാൻ ഒന്നിപ്പിക്കും. നന്ദു പെറുപെറുത്തു. ദേവ് വീട്ടിലെത്തിയപ്പോ അവനെയും കാത്ത് പ്രഭാകരനും ആരതിയും വരതയും എല്ലാം കോലായിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു.
ചാരു എവിടെ മോനെ? വണ്ടിയിൽ നിന്നും അവൻ മാത്രം ഇറങ്ങി വരുന്നത് കണ്ട് പ്രഭാകരൻ ചോദിച്ചു. അവളെന്റെ കൂടെ വന്നില്ല അച്ഛാ. നിന്റെ കൂടെ വന്നില്ലെന്നോ? പിന്നെ അവളെവിടേക്ക് പോയി? അത് പിന്നെ അവൾ അവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതാണെന്ന് പറയാൻ അവൻ ഒരു നിമിഷം ചിന്തിച്ചു. കാരണം ഈ ഒരു അവസ്ഥയിൽ അവളെ ഇവിടേക്ക് പറഞ്ഞയച്ചെന്ന് അറിഞ്ഞാൽ അവരെല്ലാവരും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അവന് നന്നായി അറിയാം. അവളെ അവളുടെ അച്ഛനും അമ്മയും ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് അവളെ നല്ല രീതിയിൽ നോക്കാനൊക്കെ കഴിയോ? ഇവിടെ ആവുമ്പോൾ നല്ല ഫുഡും നല്ല ട്രീറ്റും ഒക്കെ കൊടുത്ത് നമുക്ക് മോളുടെ ആരോഗ്യസ്ഥിതി തിരിച്ചെടുക്കാമായിരുന്നു. അങ്ങനെ പറയില്ല അച്ഛാ. ഈ ഒരു അവസ്ഥയിൽ അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ അമ്മയുടെ സാന്നിധ്യമായിരിക്കും. മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ലഭിക്കുന്നതായിരിക്കും അവൾക്കിപ്പോൾ സമാധാനം. ഏതില്ലെങ്കിലും സ്വന്തം പെറ്റമ്മയേക്കാൾ കൂടുതൽ നമ്മൾ പരിചരിക്കാൻ മറ്റാർക്കും കഴിയില്ല. ആരതി അത് പറയുമ്പോൾ ദേവിന്റെ മനസ്സിൽ രാധികയോർത്ത് പുച്ഛം തോന്നുകയായിരുന്നു. നല്ലൊരു അമ്മയെ പോലും ലഭിക്കാൻ ഭാഗ്യമില്ലാത്തൊരു ജന്മമായി പോയല്ലോ ചാരു നിന്റേത്, ദേവ് മനസ്സിൽ പറഞ്ഞു. അവൻ അവിടെ നിന്ന് കൂടുതലൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വേഗം മുറിയിലേക്ക് കയറിപ്പോയി. അവരുടെ വിവാഹത്തിന് ശേഷം ഇന്നേവരെ ആ മുറിയിൽ ചാരു ഇല്ലാതെ അവൻ അന്തി ഉറങ്ങിയിട്ടില്ല. ആ മുറിയിലെ ശൂന്യത അവനെ വല്ലാതെ തളർത്തി. അവളുടെ കുറുമ്പും പൊട്ടിച്ചിരികളും അവിടെ മാകെ മുഴങ്ങി കേൾക്കുന്ന പോലെ തോന്നി അവന്. എന്റെ ഉള്ളം നിറയെ നിന്നോട് സ്നേഹമായി നിന്റെ അരികിലേക്ക് വന്നതല്ലേ ചാരു ഞാൻ. നീ എന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? ദേവ് പൊട്ടിക്കരഞ്ഞുപോയി. കാരണം ഇന്നേ വരെ അവനായിരുന്നു അവളെ അവഗണിച്ചുകൊണ്ടിരുന്നേ. ഇന്ന് അവൾ അവനെ അവഗണിച്ചു തുടങ്ങിയപ്പോ അവനത് താങ്ങാൻ പറ്റുന്നില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ വെറുപ്പോടെ നോക്കുമ്പോൾ അത് എത്രമാത്രം ഒരു മനുഷ്യനെ വേദനിപ്പിക്കുമെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് അന്നു മുതലുള്ള ഓരോ കാര്യങ്ങളും ദേവിന്റെ മനസ്സിലേക്ക് വന്നു. ഏറെ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും തന്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണ് അവൾ ഇന്നീ ദിവസം വരെ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അവന് പൂർണ്ണ ബോധ്യമായി. നെഞ്ചിലാരോ തീ കോരിയിട്ടതുപോലെ അവന്റെ ഉള്ളം പുകഞ്ഞുകൊണ്ടിരുന്നു. ചാരു, എന്റെ അരികിലേക്ക് തന്നെ തിരിച്ചു വരൂ ചാരു. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. ഒരു രാജകുമാരിയെ പോലെ ഞാൻ നിന്നെ നോക്കിക്കോളാം. എന്റെ മുഴുവൻ സ്നേഹവും ഞാൻ നിനക്ക് നൽകാം. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന അവരുടെ കല്യാണ ഫോട്ടോ കയ്യിലെടുത്തുകൊണ്ട് അവൻ പുലമ്പിക്കൊണ്ടിരുന്നു. ഇന്നലെ അവൾ വീണില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമായില്ലായിരുന്നുവെങ്കിൽ, ഇന്നെന്റെ പ്രണയം ഞാൻ അവളോട് തുറന്നു പറഞ്ഞ് ഇനിയിപ്പോ ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുമായിരുന്നില്ലേ? പൂർണ്ണമായും എന്റെ ഭാര്യയായി അവൾ എന്റെ അരികിലുണ്ടാകുമായിരുന്നില്ലേ? അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ചാരു ഇന്നലെ വീണത് എങ്ങനെയാണെന്ന് അവൻ ഓർത്തത്. ദേവ് നേരെ താഴേക്കിറങ്ങി അടുക്കളയിലേക്ക് പോയി. ലളിതാൻറ്റി, ലളിതാൻറ്റി, അവൻ ഹാളിലെ സോഫയിലിരുന്നുകൊണ്ട് വിളിച്ചു. അവന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് ആ വീട്ടിലെ ബാക്കിയുള്ളവരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ കുഞ്ഞെ, എന്തിനാ വിളിച്ചേ? അവർ ഭയത്തോടെ അവന്റെ മുന്നിൽ വന്ന് നിന്നു. ചാരു ഇന്നലെ എങ്ങനെയാ വീണത്? അയ്യോ, എനിക്കറിയില്ല കുഞ്ഞെ. നിങ്ങൾക്ക് എന്തറിയില്ല എന്ന്? അവൻ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ദേവ്, എന്താ ഇത്? ലളിതാൻറ്റിയോട് എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചേച്ചി? നിങ്ങൾക്കറിയോ, അടുക്കളയിൽ ഉണ്ടായിരുന്ന എണ്ണ വഴുതി അവൾ ഇന്നലെ വീണത്. അവിടെ എങ്ങനെയാ എണ്ണ വന്നു എന്ന് ഇവർക്കല്ലാതെ വേറെ ആർക്കും പറയാ? അയ്യോ കുഞ്ഞെ, ഞങ്ങൾ ആ അടുക്കളയിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാതെ മറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല. സത്യമായിട്ടും അവിടെ എങ്ങനെ എണ്ണ വന്നു എന്ന് എനിക്കറിയില്ല മോനെ. ലളിത കരയാൻ തുടങ്ങിയിരുന്നു. അവരുടെ സംസാരം കേട്ട് പ്രമീളയും അവിടേക്ക് വന്നു. അതെ സാറേ, ഞാനും അമ്മയും അങ്ങനെയുള്ള ഒരു സാധനം അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല. മതി മതി, നിർത്തിക്കോ രണ്ടിന്റെയും അഭിനയം. അറിയാതെ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞേക്ക്. സരോജിനി പിടിക്കപ്പെടാതിരിക്കാൻ അവർ വേഗം കുറ്റം പാവങ്ങളുടെ മേൽ ആരോപിക്കാൻ ശ്രമിച്ചു. അയ്യോ ഇല്ല മാഡം, ഞങ്ങളുടെ അടുത്തു നിന്നും അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയില്ല മാഡം, ലളിത കണ്ണുനീരോടെ പറഞ്ഞു. നിർത്തടി, അധിക പ്രസംഗം നടത്തുന്നോ? സരോജിനി അവർക്ക് നേരെ അലറി. മതി മതി, നിർത്തിക്കേ. എന്തിനാ ഇത്രയും ബഹളം വെക്കുന്നേ? ഇവിടെ എല്ലാ ഭാഗത്തും CCTV ഉള്ളതല്ലേ. ആ ഭാഗത്തിൽ ഏതെങ്കിലും ഒന്നും നോക്കിയാ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. പ്രഭാകരൻ പറഞ്ഞു. തുടരും.